ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പക്ഷേ അവൻ ശരിക്കും അവസാനിച്ചോ? അവൻ വീണ്ടും ജനിക്കുമോ? അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഭ്രമമാണോ? ലോകത്തിലെ ഏറ്റവും പഴയ ചോദ്യങ്ങളിൽ ഒന്നാണ് പുനർജന്മം യാഥാർത്ഥ്യമോ എന്ന്. ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളിൽ പുനർജന്മത്തെ ഒരു സത്യമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ ശാസ്ത്രം എന്താണ് പറയുന്നത്? പുനർജന്മം സത്യമാണോ? ഇത് വെറും വിശ്വാസമല്ല. ചില സംഭവങ്ങൾ ശാസ്ത്രലോകത്തിനെ കുഴപ്പത്തിലാക്കിയത് ഇപ്പോഴും കാണാൻ കഴിയും. അതിലൊന്നാകുന്നു ഒരു കുഞ്ഞിൻ്റെ ഓർമ്മ. ഒരു 4 വയസ്സുകാരൻ അവൻ പറയുന്നത്, ഞാൻ ഇവിടെ പിറന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ മറ്റൊരമ്മയുണ്ട്. അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഇപ്പോഴത്തെ വീട്ടുകാർ നോക്കിയപ്പോൾ അവിടെ ശരിക്കും അവൻ പറയുന്ന പേരിലുള്ള ഒരു വ്യക്തി മരിച്ചിരുന്നു. ആ വ്യക്തിയുടെ കുടുംബം ഇന്നും അവിടെ നിലനിൽക്കുന്നു. വെറും 4 വയസ്സുകാരൻ എങ്ങനെ മനസ്സിലാക്കുന്നു അവിടെ അങ്ങനെയൊരു വ്യക്തി ഉണ്ടായിരുന്നുവെന്നും അയാൾ മരിച്ചിരുന്നുവെന്നും അയാളുടെ കുടുംബം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും? എന്നാലും വളരെ കൃത്യമായിട്ട് തന്നെ അവൻ ആ വ്യക്തിയെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും പറയുന്നു. ഇത് യാദർച്ഛികമായ കാര്യമാണോ? അല്ലെങ്കിൽ പുനർജന്മത്തിന്റെ തെളിവോ? ശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ഓർമ്മകൾ മസ്തിഷ്കത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. മരണം കഴിഞ്ഞാൽ മസ്തിഷ്കം നശിക്കുന്നു, അതോടൊപ്പം തന്നെ ഓർമ്മകളും അവസാനിക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ഓർമ്മ എങ്ങനെ വന്നു? അതിനെ ശാസ്ത്രം തിയറികളായി വിശദീകരിക്കുന്നു. ഫോൾസ് മെമ്മറി തിയറി, ജനറ്റിക് മെമ്മറി എന്നിങ്ങനെ. അതിൽ ഫോൾസ് മെമ്മറി തിയറി കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടിൽ നിന്നും വിവരങ്ങൾ അറിയുവാൻ കഴിയും. അവരറിയാതെ തന്നെ അവരുടെ സ്വന്തം ഓർമ്മകളായി തോന്നാം. അങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കാം. അങ്ങനെയാകുന്നു ഈ തിയറി വിശദീകരിക്കുന്നത് ഇതിനെ. ഇനി അടുത്തതായി ജനറ്റിക് മെമ്മറി. ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ഓർമ്മകൾ DNA വഴി കൈമാറപ്പെടാം. പക്ഷെ ഇത് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉണ്ട്. പക്ഷേ എല്ലാ കേസുകളും ഈ എക്സ്പ്ലനേഷൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയുകയില്ല. ചില കുട്ടികൾ അവർ അറിയാത്ത സ്ഥലങ്ങളിലെ വിവരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. ഇത് ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്താണോ? ഒരു ചോദ്യം നമ്മളെ ഇന്നും പിന്തുടരുന്നു. നമ്മൾ ശരീരമോ അല്ലെങ്കിൽ ആത്മാവോ? ശരീരം മരിക്കുമ്പോൾ ആത്മാവ് വീണ്ടും ജനിക്കുമോ? പുനർജന്മം ഒരു വിശ്വാസമാണോ? അല്ലെങ്കിൽ ഇന്നും കണ്ടെത്താത്ത ഒരു സത്യമാണോ? ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ആദ്യ ജീവിതത്തിൽ തന്നെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം പലതവണ മരിച്ച് വീണ്ടും ജനിച്ചതാണോ? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? പുനർജന്മം യാഥാർത്ഥ്യമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നിഗൂഢ സത്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.